38-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ എടുക്കേണ്ടത്. കഴിഞ്ഞ ശ്ലോകം വരെ അതിന് ഈ സാങ്കേതികത്തില് ഈ കൃഷ്ണൻ പല ആംഗിളിൽ ഈ അർജുനന്റെ ഈ പ്രശ്നത്തിനെ വിശകലനം ചെയ്യുമായിരുന്നു. ഒന്ന് താത്വികമായിട്ട് ചെയ്തു, പിന്നെ സാധാരണക്കാരുടെ ലെവലിൽ കണ്ടു, പിന്നെ നിന്റെ സംസ്കാരം, നിന്റെ സ്വഭാവം, നിന്റെ സ്വധർമ്മം നോക്കിയാൽ പോലും നീ ചെയ്യാൻ ബാധ്യസ്ഥനാ. അപ്പം പക്ഷെ ഈ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നാ നമ്മളിപ്പോൾ നമുക്ക് വന്നേക്കുന്ന സ്വധർമ്മം വെച്ചാൽ എന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ. അർജുനൻ ഒരു യോദ്ധാവായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അയാളുടെ കർമ്മം ഒരു രാജാവായിട്ട് വന്നതാ. അപ്പം ആ രാജകുമാരൻ അപ്പം യുദ്ധം ചെയ്യാൻ അവർ ക്ഷത്രിയരാ. അവരുടെ ധർമ്മം വെച്ചാല് സ്വധർമ്മം വെച്ചാൽ യുദ്ധം ചെയ്യാന്നുള്ളതാ ക്ഷത്രിയരുടെ. അപ്പൊ വീരസ്വർഗം പ്രാപിക്കുമെന്നൊക്കെ ഉള്ളു. അപ്പൊ എങ്ങനെ നോക്കിയാലും അർജുൻ ഈ തളർന്നിരിക്കാൻ ഇല്ല, നീ യുദ്ധം ചെയ്തേ മതിയാവുമെന്ന് കൃഷ്ണൻ സമർത്ഥിച്ചു പല ആംഗിളില്. അപ്പൊ പക്ഷെ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പറയുക എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൂടെ പറയുന്നത് നമുക്കുള്ള പ്രശ്നം, നമ്മൾ ഈ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്നു. ഈ തളരുന്നതിന് കാരണം എന്തോ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് തളരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, തളരാതെ നമ്മൾ ഉന്മേഷമായിട്ട് വിജയത്തിലോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ, വെച്ചാൽ സ്വസ്ഥതയിലോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കർമ്മങ്ങളെ എങ്ങനെ ചെയ്യണം, ഏത് മനോഭാവത്തോട് ചെയ്യണം എന്നുള്ളതാ അടുത്ത കൃഷ്ണൻ പറയുന്നത്. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയാജയൗ തഥോ യുദ്ധ്വായ യുജ്യസ്വ നൈനം പാപമവാപ്സസി. സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും തോൽവിയെയും ഒരേ മാതിരി കരുതിയിട്ട് പോരിനിറങ്ങുക. ഇപ്രകാരമായാൽ നിന്നെ പാപം തീണ്ടത്തില്ല. ഇപ്രകാരമായി നിന്നെ പാപം തിരുന്നത്. ഈ പാപം എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കണം, ഈ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ മഹാപാപം ചെയ്യുന്ന എന്തെങ്കിലും ജീവികളെ കൊല്ലുവാങ്കിൽ പാപം എന്ന് പറയും. നമ്മൾ ഈ പാപം എന്ന് പറഞ്ഞാൽ എൻ്റെ ദുഃഖ ചിന്തകളെ, എൻ്റെ മനസ്സ് തളർന്നിരിക്കുന്നതിന്, ഞാൻ ദുഃഖിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ പാപം ചെയ്യുന്നു എന്നുള്ളതാ ഈ പാപം എന്നുള്ളത്. നമ്മൾ പാപത്തിനെ വേറെ രീതിയിലാണ് കാണുന്നത്. പാപം വെച്ചാൽ എൻ്റെ മനസ്സ് ദുഃഖിച്ചിരിക്കുന്നു, അതൊരു പാപമാണ്, ഞാൻ ചെയ്യുന്ന പാപമാണ്. ഇപ്രകാരമായ നിന്നെ പാപം തരുന്നത്. നമുക്ക് ഇതൊക്കെ വരുമ്പോൾ വിഷമം വരും, ദുഃഖം വരും, തളരുന്നു. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ഗീതയുടെ സംക്ഷിപ്ത രൂപമാണ് 2-ാം അധ്യായമെന്ന് ഇതിന്റെ മുഖവുരയിൽ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് വിസ്തരിച്ച് പ്രതിപാദിക്കാൻ പോകുന്ന കർമ്മയോഗത്തെ ഈ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഭക്തിയോഗത്തിന്റെ സംക്ഷിപ്ത നിരൂപണം ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് ഇനി കാണാൻ കഴിയും. പരമലക്ഷ്യമായ ആധ്യാത്മിക സമ്പൂർണ്ണത നേടാനുള്ള ഉപായം എന്തെന്ന് ആദ്യമായി കൃഷ്ണൻ വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുന്നു. പരമമായ ആധ്യാത്മിക സമ്പൂർണ്ണത നേടാനുള്ള ഉപായം എന്തെന്ന് ആദ്യമായി കൃഷ്ണൻ വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുന്നു ഈ ശ്ലോകത്തിൽ. അതിനാൽ ഇതിലെ ആശയത്തെ വളരെ സൂക്ഷ്മതയോടെ ഗ്രഹിക്കേണ്ടതുണ്ട്. അതാ നമ്മൾ ഇതുവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക രീതിയിലാണോ? അല്ല. നമ്മൾ ഈ വെറും കർമ്മത്തില്, നമ്മുടെ ആഗ്രഹം നമ്മൾ വെറും കർമ്മത്തില്, ഈ ഒരു മനസ്സിന്റെ നമുക്ക് ഒരു വ്യാവഹാരിക ധർമ്മത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ററാക്ഷനിൽ നമുക്ക് ഇവിടെ ആൾക്കാരുമായിട്ട് ഇടപെടണം, നമുക്ക് ഓരോന്ന് കാര്യങ്ങൾ നേടണം. ഇത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ രണ്ട് വശമുണ്ട്. ഒരു കർമ്മം ചെയ്യുന്നതിന് രണ്ട് വശമുണ്ട്. പക്ഷെ നമുക്ക് ഒരു വശമേ അറിയാവൂ, ഒരു ആസ്പെക്റ്റേ നമുക്ക് അറിയാവൂ. അപ്പം നമ്മൾ അതാ എപ്പോഴും നമ്മൾ, കാരണം ഞാനൊരു ശരീരവും മനസ്സോട് ചേർന്നതാ. ഈ ജീവാത്മാവിൻ്റെ രണ്ട് ഇൻസ്ട്രുമെന്റ്, ഒന്ന് ശരീരം, അത് കാണാനൊക്കുന്നതാ, മനസ്സോ കാണാനൊക്കാത്ത. ഈ രണ്ട് ഇൻസ്ട്രുമെന്റും വെച്ചിട്ടാണ് ഈ ജീവാത്മാവ് അനുഭവങ്ങളെ അനുഭവിക്കുന്നത്. ഈ ശരീരവും മനസ്സും എന്നുവെച്ചാൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉപയോഗിച്ചാണ് ഈ ജീവാത്മാവ് അനുകൂല പ്രതികൂല അനുഭവങ്ങളെ അനുഭവിക്കുന്നത്. ഈ രണ്ട് ഇൻസ്ട്രുമെന്റാ. ഒന്ന് കാണാനൊക്കും, ഒന്ന് കാണാനൊക്കത്തില്ല. ഒന്ന് വന്നേക്കുന്നത് പഞ്ചഭൂതത്തിൽ നിന്നാ, ഒന്ന് വന്നേക്കുന്നത് ഈശ്വരിൽ നിന്നാ. ശരീരം വന്നിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. ഈ മനസ്സ് വന്നിരിക്കുന്നതോ ഈശ്വര ചൈതന്യത്തിൽ നിന്ന് വന്നിരിക്കും എൻ്റെ മനസ്സ്. അതിനകത്ത് പക്ഷെ വാസന ചേർന്ന് പോയി എന്നുള്ള ഒറ്റ കാരണമാണ്. അപ്പൊ ജീവാത്മാവിന്റെ വാസന കാരണമാണ് എനിക്ക് ഈ ഭ്രമം, ഞാനെന്ന ജീവാത്മാവ് ഉണ്ടായിരിക്കുന്നത്. ഇല്ലെങ്കിലോ ഞാൻ പരമാത്മ ചൈതന്യമാണ്. അപ്പം ഈ മനസ്സ് വന്നിരിക്കുന്നത് ഈശ്വരിൽ നിന്നും, ശരീരം വന്നിരിക്കുന്നത് പഞ്ചഭൂതത്തിൽ നിന്നും. അപ്പം നമ്മൾ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളിപ്പം മനസ്സിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ കുറിച്ച് ആരും ചെയ്യുന്നു, പക്ഷെ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ബോധറേഷനാണ്. ശരീരത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മളത് റെക്ടിഫൈ ചെയ്യും. ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് വന്നാലോ നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. അപ്പം മനസ്സിനെ ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മൾ ആത്മീയമായിട്ട് നമുക്ക് ഒരു അറിവും ഇല്ല. ഭൗതികമായിട്ടുള്ള അറിവൊക്കെ ഉണ്ട്. ശരീരത്തിന്റെ ലെവലിൽ ശരീരമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിനെ കുറിച്ച് അറിയാം,
ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച് എല്ലാം നമുക്കറിയാം. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട് വസ്തുക്കളെക്കുറിച്ചും എല്ലാം അറിയാം. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കുന്നു? ഇത് നമ്മളെല്ലാം വെളിയിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉള്ളിലോട്ട് നോക്കുന്നില്ല. അതാ നമ്മൾ മനസ്സിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഈ മനസ്സ് വന്നേക്കുന്നത് എന്തോ, എൻ്റെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആധ്യാത്മിക രീതി. അതാണ് ഉള്ളിലോട്ടുള്ള ആ ഒരു യാത്രയെ പറയുന്ന ആധ്യാത്മികം. മറ്റേതെന്തുവാ? വ്യാവഹാരികം. നമ്മൾ ഈ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം ഇപ്പം എനിക്ക് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ ഇനി രണ്ട് തലത്തിൽ കാണണം. ബാലൻസ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ദുരിതത്തിലോട്ട് പോകും. അതാണ് നമ്മുടെ എല്ലാ ഇപ്പോഴത്തെ അവസ്ഥ. പരമലക്ഷ്യമായ ആധ്യാത്മിക സമ്പൂർണത നേടാനുള്ള ഉപായം എന്തെന്ന് ആദ്യമായി കൃഷ്ണൻ പറയും. അതാ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ എങ്ങനെ ചെയ്യണം. അത് കർമ്മയോഗത്തിലായിരിക്കും. നമ്മളിപ്പോൾ കർമ്മത്തിന്റെ രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ വാസന അനുസരിച്ചാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ എൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ചെയ്യുന്നത് എൻ്റെ വികാരം അനുസരിച്ചാ. ഈ ശരീരത്തോട് ചേർന്നിരിക്കുന്ന എനിക്ക് ഓരോ ദേഷ്യം വരുന്നു, വിഷമം വരുന്നു, സന്തോഷം വരുന്നു, അസൂയ വരുന്നു, നിരാശ വരുന്നു, ഇറിറ്റേഷൻ വരുന്നു. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് അപ്പോഴപ്പോഴ ഈ വികാരത്തിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ഉചിതമെന്ന് തോന്നുന്നു ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനല്ല ചെയ്യേണ്ടത് എന്ന് കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ ആദ്യം തുടങ്ങുന്നത്. സുഖദുഃഖങ്ങൾ, ലാഭാലാഭങ്ങൾ, ജയാജയങ്ങൾ എന്നിങ്ങനെ വെവ്വേറെ എടുത്തു പറഞ്ഞ ദ്വന്ദ്ങ്ങൾ, പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്, നമ്മുടെ മൂന്ന് ഭിന്ന തലങ്ങളിലെ അനുഭവങ്ങളാണ്. സുഖദുഃഖങ്ങൾ, ലാഭാലാഭങ്ങൾ, ജയാജയങ്ങൾ എന്നിങ്ങനെ വെവ്വേറെ എടുത്തു പറഞ്ഞ ദ്വന്ദ്ങ്ങൾ നമ്മുടെ മൂന്ന് ഭിന്ന തലങ്ങളിലെ അനുഭവങ്ങളാണ്. ബുദ്ധിതലത്തിൽ ഉണ്ടാകുന്ന അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ അത്രേ സുഖദുഃഖങ്ങൾ. മനസ്സിന് ഇഷ്ടപ്പെട്ടത് വന്നു ചേരുമ്പോൾ ലാഭമായും വിട്ടുപിരിയുമ്പോൾ നഷ്ടമായും തോന്നും. മനസ്സിന്റെ തലത്തില് കണക്കുകൂട്ടലുകളാണ് ലാഭാലാഭങ്ങൾ എന്നർത്ഥം. പ്രവർത്തനം സഫലമാവുമ്പോൾ വിജയമായും വിഫലമാവുമ്പോൾ പരാജയമായി അനുഭവപ്പെടും. ശരീരതലത്തിലെ വിലയിരുത്തലുകളാണ് ജയവും പരാജയവും, ജയാജയങ്ങൾ. ശരീര മനോബുദ്ധി തലങ്ങളിൽ ഉണ്ടാവുന്ന അനുകൂലവും പ്രതികൂലങ്ങളുമായ സർവ്വ അനുഭവങ്ങളിലും സമനില തെറ്റാതെ ജീവിക്കാൻ പഠിക്കണമെന്നാണ് ഇവിടെ കൃഷ്ണൻ നൽകുന്ന ഉപദേശം. അപ്പം എപ്പോഴും നമുക്കൊരു മൂന്ന് തലമുണ്ട്. ഒന്ന് ശരീരത്തിന്റെ തലം, ഒന്ന് മനസ്സിന്റെ തലം, പിന്നെ ബുദ്ധി. ഈ മൂന്ന് തലമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ശരീരത്തിന്റെ തലത്തില്, മനസ്സിന്റെ തലത്തില്, ബുദ്ധിയുടെ തലത്തില്. സോ ശരീരത്തിന് വെച്ചാൽ സ്ഥൂല തലത്തില്, സ്ഥൂലം എൻ്റെ ഭൗതിക ശരീരത്തിന്റെ തലത്തില്. ഞാൻ പറഞ്ഞു മനസ്സിന്റെ പ്രത്യേക വികാരങ്ങളാ. വികാരത്തിന്റെ തലത്തില് ബുദ്ധിയോ വിചാരങ്ങളാ. സോ ഈ മൂന്ന് തലത്തിലാണ് ഞാൻ കാര്യങ്ങളെല്ലാം അപ്പം പക്ഷേ ഒരു തലം കൂടെ ഉണ്ട്. നമ്മൾ ആ തലത്തിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ആത്മീയമായിട്ടുള്ള, നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ വന്നു, നമ്മൾ ഏത് പ്രോബ്ലംസിനെയും നമ്മൾ 4 രീതിയിൽ കാണണം. ഏത് രീതിയിൽ നോക്കിയാലും അത് ഉചിതമെന്ന് വന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഉചിതമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ കർമ്മം. നമ്മളിപ്പം ഈ ആത്മീയമായിട്ടുള്ള നമ്മൾ ഒന്നിയും ശരീരത്തിൻ്റെ ലെവലായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൻ്റെ ലെവലായിരിക്കും, ബുദ്ധിയുടെ ലെവലായിരിക്കും. അതുകൊണ്ടാണ് ഈ 3 പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് ഇവിടെ പറയുന്നത്. സുഖവും ദുഃഖവും. സുഖം എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ദുഃഖം. ലാഭം നഷ്ടം, ജയം തോൽവി, ജയവും പരാജയം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിന്റെ തലത്തിൽ ലാഭവും നഷ്ടവും, ബുദ്ധിയുടെ തലത്തിൽ സുഖവും ദുഃഖവും, ശരീരത്തിന്റെ തലത്തിൽ ജയവും പരാജയവും. പക്ഷെ എനിക്ക് തോന്നുന്നത്, എനിക്ക് വേറെ ഇതായിട്ടാണ് നിങ്ങളും ചിന്തിക്കുന്ന എന്തുവാന്ന് പറയണം. നമുക്ക് ഈ സുഖവും ദുഃഖവും മനസ്സിന്റെ ലെവലിലാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരീരത്തിന്റെ ലെവലിൽ വിജയവും പരാജയവും അത് പറയുന്നുണ്ട്, ശരിയാ. ശരീരത്തിന്റെ ലെവലിൽ വിജയവും പരാജയവും ശരീരത്തിന്റെ ലെവലിലുള്ള ആസ്പെക്റ്റാണ്. മനസ്സിന്റെ തലത്തില് സുഖമായിട്ടും ദുഃഖമായിട്ടും എനിക്ക് തോന്നും. മനസ്സാണ് പെട്ടെന്ന് വികാരം, നമുക്ക് ആ മനസ്സാണ് സുഖവും ദുഃഖവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ബുദ്ധിയോ കാൽക്കുലേഷനാണ് ബുദ്ധി. അത് ലാഭമോ നഷ്ടം, ആ ലാഭനഷ്ടങ്ങളൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്ന ബുദ്ധി. എനിക്ക് അങ്ങനെ, പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആയാലും ആയിക്കോട്ടെ, 3 തലത്തിലുള്ളതാണ്. അപ്പം ശരീരത്തിന്റെ തലത്തിൽ വിജയവും പരാജയവും എല്ലാം പെയർ ഓഫ് ഓപ്പോസിറ്റ്. വിജയിച്ചു, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. പരാജയപ്പെട്ടു, നമ്മൾ ദുഃഖത്തിലോട്ട് പോകും. അപ്പൊ ഇതുപോലെ ഈ പെയർ ഓഫ് ഓപ്പോസിറ്റിന്റെ എല്ലാം നെറ്റ് റിസൾട്ട് എന്തുവാ? സുഖവും ദുഃഖവും. നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ വരുന്നത് ഈ പെയർ ഓഫ് ഓപ്പോസിറ്റിലെ അതിന്റെ അൾട്ടിമേറ്റ് അനുഭവം എനിക്ക് സുഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പം ഇത് മനസ്സിനേക്ക് കൊണ്ടാണ് വരുന്നത്. പക്ഷേ പല തലത്തിൽ കൂടെ ഞാൻ ഒരു റണ്ണിങ് റേസ് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ശരീരം ഓടിയാണ് ശരീരമാണ് വിജയം വരിക്കുന്നത്. പക്ഷെ അനുഭവം വരുന്നത്, ആ സുഖം വരുന്നത്, വിജയത്തിൽ കൂടെ ഉള്ള സുഖം വരുന്നത് ഇവിടെ മനസ്സില്ല.
അപ്പം പിന്നെ എവിടെയെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നു, ലാഭം അതിനത്തിൽ അത് ബുദ്ധിയാ കാൽക്കുലേഷൻ ചെയ്യുന്നത്. എനിക്ക് എങ്ങനെ തോന്നുന്നേ. അപ്പം നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നതിന്റെ കൂട്ടാണോ മനസ്സിന്റെ തലം, ബുദ്ധിയുടെ തലം, ശരീരത്തിന്റെ തലം? ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെ തലത്തിൽ ശരിയായിട്ട് എനിക്ക് തോന്നും. മനസ്സിന്റെയും ബുദ്ധിയുടെയും തലം, ബുദ്ധിയുടെ തലത്തിൽ ലാഭവും നഷ്ടവും, മനസ്സിന്റെ തലത്തിൽ സുഖവും ദുഃഖവുമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എഴുതിയേക്കുന്നത് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓരോരുത്തരും മ- രീതി വെച്ചിട്ടാ. മനസ്സിന്റെ തലത്തിൽ തന്നെ സുഖദുഃഖം മനസ്സിന്റെ ഇതിലാ. അത് അങ്ങനെ എനിക്കും തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് ആ തിരിച്ചായി ചോദിച്ചേക്കുന്നത് എന്തെങ്കിലും ഇതായിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോകാം. ആം, ശരീര മനോബുദ്ധി തലങ്ങൾ ഉണ്ടാവുന്ന അനുകൂലവും പ്രതികൂലങ്ങളുമായ സർവ്വ അനുഭവങ്ങളിലും സമനില തെറ്റാതെ ജീവിക്കാൻ പഠിക്കണമെന്നാണ് ഇവിടെ കൃഷ്ണൻ നൽകുന്ന ഉപദേശം. അതാ സുഖവും ദുഃഖവും, ലാഭവും നഷ്ടവും, ജയവും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിലൊന്നിലും ഞാൻ അഫക്റ്റ് ആകരുത്. സുഖം ദുഃഖവും അത് എങ്ങനെയാണ് ഞാൻ നേരത്തെ വേറെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. ഉം, ഉം, സമദുഃഖേ അല്ല വേറെ ശ്ലോകത്തിൽ രണ്ടും സുഖവും ദുഃഖവും സമമായിട്ട് കാണണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഇതിനെല്ലാം സമമായിട്ട് കാണുന്നു. അപ്പൊ എങ്ങനെയാ ഇത് കാണുന്ന? ഞാൻ ഒരു മെക്കാനിസം പറഞ്ഞായിരുന്നല്ലോ. ഈ എനിക്ക് ഒരു ഒരു ദുഃഖം വരുന്നു, അല്ലെങ്കിൽ ഒരു നഷ്ടം വരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പരാജയം സംഭവിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതിനെ എങ്ങനെ ലാഭത്തിന് നഷ്ടം ഒരേപോലെ കാണുന്നത് എങ്ങനെയാ? നമ്മൾ അതിനെ ബാലൻസ് ചെയ്യേണ്ട ഒരു വിധം ഞാനൊന്ന് പറഞ്ഞായിരുന്നു, സ്വാമിജി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഒരു സുഖം വരുന്നതന്നെ ആ എനിക്കൊരു ഏതോ വിജയോ പരാജയമോ അതിന്റെ ക്രെഡിറ്റ് ആരാ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത്? ആരാ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലാഭനഷ്ടവും അല്ലെങ്കിൽ ഇതൊക്കെ ഈഗോയുടെ തലത്തിലാ. ഈഗോ ആണ് ഇതിനെല്ലാം കയറി പ്രോസസ് ചെയ്യുന്നത്. ഞാൻ വിജയിച്ചു, എനിക്ക് ലാഭം കിട്ടി, അല്ലെങ്കിൽ എനിക്ക് സുഖമാണ്, ഞാൻ സുഖിക്കുന്നു. ഈഗോ ആണ്. ഈഗോയെ എലിവേറ്റ് ചെയ്യാതെയും ഡിപ്രസ്ഡ് ആക്കാതെയും നമ്മൾ നോക്കണം. അപ്പം ഒരു വിജയം വരുമ്പോഴേ എലിവേറ്റ് ആവുന്ന എന്തുകൊണ്ടാ? ആ ക്രെഡിറ്റ് എടുക്കുന്നതുകൊണ്ടാ. അപ്പം ഏത് സക്സസിന്റെയും പുറയിൽ, ഏത് വിജയത്തിന്റെയും പുറയിൽ പലരുടെയും എഫർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ക്രെഡിറ്റിനെ ഷെയർ ചെയ്യുമ്പോൾ ഈഗോ എലിവേറ്റ് ചെയ്യത്തില്ല. നമ്മുടെ മാത്രം കഴിവുണ്ട്. എത്രയോ പേരുടെ ഇതിലാണ് എനിക്ക് ഈ വിജയം കിട്ടിയത്, എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഗതി ലാഭം കിട്ടിയത് ഇന്നുള്ള രീതി. നമ്മൾ ആ ഒരു ഈഗോയെ എലിവേറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഈഗോ വേണം താനും. ഞാനിപ്പോൾ ഈ ഇൻട്രാക്ഷനൊക്കെ ഞാൻ ഞാൻ പറഞ്ഞല്ലേ പറ്റൂ. പക്ഷേ ഞാനെന്ന ഭാവത്തിലോട്ട്, എന്നെ കൊണ്ടാണ് എല്ലാം, ഈ ഒരു ഭാവത്തിലോട്ട് പോകരുത്. അതിനൊരു ലിമിറ്റുണ്ട്. ആ അതാണ് അതാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. എൻ്റെ ഈഗോ ആണ്. നമുക്കറിയാമല്ലോ, ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യന്റെ ഈഗോയാണ്. എന്നുവെച്ചാൽ ഞാനെന്ന ഭാവമാണ് ഈ പ്രശ്നങ്ങളെല്ലാത്തിനും കാരണം. അപ്പൊ ഈ ഈഗോയെ എങ്ങനെ വേണം നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ ഈഗോയ്ക്കുള്ള ഇത് ക്രെഡിറ്റ്, എന്തെങ്കിലും വിജയമോ അല്ലെങ്കിൽ ലാഭമോ അല്ലെങ്കിൽ ഇതിന് പോസിറ്റീവായിട്ടുള്ള എന്ത് വന്നാലും ഈഗോ അതിൻ്റെ ആയിട്ട് കയറി അങ്ങ് ഓൺ ചെയ്യും. ഞാൻ ചെയ്തുകൊണ്ടാണ്, ഞാൻ പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ ഈ പ്രയത്നം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പൈസ കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ എല്ലാം അതിലോട്ട്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനെയൊക്കെ ഷെയറിങ്, ഈ ക്രെഡിറ്റ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന ഏത് ഇതായിക്കോട്ടെ, ആ ഷെയർ ചെയ്യാൻ പഠിക്കുമ്പോൾ ഈഗോ എലിവേറ്റ് ആവത്തില്ല. നമ്മൾ അഹങ്കരിക്കത്തില്ല. പിന്നെ അതുപോലെ ദുഃഖം, ഈ പരാജയം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടം വരുന്നു, അല്ലെങ്കിൽ എന്തുവാ ഇങ്ങനെ ഇതൊക്കെ വരുമ്പോഴെന്തുവാ, അത് എങ്ങനെ എനിക്കത് സംഭവിച്ചു, ഞാൻ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് എനിക്കതൊക്കെ പറ്റിയത്, നമ്മൾ ലേൺ ചെയ്യാൻ പഠിക്കും, അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കണം. എവിടാണ് എനിക്ക് തെറ്റ് പറ്റിയത്? നമ്മൾ അങ്ങനെ ഒരു അനലൈസ് ചെയ്ത് ഇന്ന കാരണം കൊണ്ടാണ് ഇപ്പം നമ്മുടെ ഈ ദുഃഖത്തിലോട്ട് ആഴ്ന്നു പോകത്തില്ല. ഏതവസ്ഥയിലും നമ്മൾ ഇങ്ങനെ പോയി ചെയ്യാൻ നമുക്ക് ബാലൻസിങ്, ഇതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ബാലൻസ്ഡ് മൈൻഡോട് കാണണം. അതാണ് ഇപ്പം നമ്മൾ ബാലൻസ്ഡ് മൈൻഡോട് അല്ല ചെയ്യുന്നത്. നമ്മൾ വലിയ പ്രതീക്ഷയിലും വലിയ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നേ നമുക്ക്. പക്ഷെ ആ എക്സ്പെക്ടേഷൻ വേണം താനും. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു എയിമും ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? എയിം വേണം, പ്രതീക്ഷ വേണം, വിജയത്തിലോട്ടുള്ള പ്രതീക്ഷ. പക്ഷെ പരാജയം സംഭവിച്ചാലോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. നമ്മൾ ഈ വിജയത്തെ അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല, ഇങ്ങനെ സംഭവിച്ചുകൂടാ, നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യുക. പ്രസാദ ബുദ്ധി, അതിനാ പറയും ഇവിടെ പ്രസാദ ബുദ്ധി. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ, നമ്മുടെ ഈഗോയെ ഇത് ചെയ്യുന്നത്, ബാലൻസ്ഡ് ചെയ്യുന്നത് അങ്ങനെ. നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്തു, പക്ഷെ നടന്നില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ എന്നുവെച്ചാൽ
നമുക്ക് ഈ പരാജയം സംഭവിച്ചു, ഈ എന്തുകൊണ്ടാണ് എനിക്ക് അത് ഞാൻ ലേൺ ചെയ്യാൻ പഠിക്കണം, ആ അനുഭവത്തിൽ നിന്ന് പഠിക്കണം, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു. അപ്പം നമ്മൾ അതിനകത്ത് മുങ്ങി താഴ്ന്നു പോകത്തില്ല, ആ ഡിപ്രഷനോട്ട് മൈൻഡ് പോകത്തില്ല. ഇതുപോലെ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതിൻ്റെയും ഒരു പുറകിൽ ഒരു കളക്റ്റീവ് ഒരു എഫർട്ട് ഉണ്ട്. ഒരാളുടെ മാത്രം കൊണ്ട് നമുക്കൊരു വിജയം ഉണ്ടാവത്തില്ല. അപ്പോൾ അതിനൊക്കെ ഷെയർ ചെയ്യാൻ പഠിക്കുമ്പോൾ നമ്മൾ അൺസെറ്റ് അഹങ്കരിക്കത്തില്ല, ഈഗോ എലിവേറ്റ് ആകത്തില്ല. അപ്പോൾ ഈ രീതിയിൽ മനസ്സിനെ ബാലൻസ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഏത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് പ്രാക്ടീസ്. എൻ്റെ മനോഭാവമാണ്. ഞാൻ കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ മാത്രമേ ഈ ഓരോന്ന് നമ്മൾ ഓരോ കൈയും കാലും കണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അതിൻ്റെ പുറകിലുള്ള മനോഭാവം എന്നുവെച്ചാൽ ആറ്റിറ്റ്യൂഡാണ് ഇതിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ആറ്റിറ്റ്യൂഡിനെ കറക്ഷൻ വരുത്തിക്കൊണ്ടുപോകും. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൻ്റെ ഈഗോ എലിവേറ്റ് ആകും അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകും. ഇതിനെ അനുവദിക്കാതെ ഞാൻ എൻ്റെ മനോഭാവത്തിനെ ഞാൻ ശ്രദ്ധിച്ചോണം. നമ്മൾ പക്ഷേ എൻ്റെ മനസ്സിന് എന്താ സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തോ ചിന്തിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് നമ്മുടെ എല്ലാം നമ്മൾ വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, നമ്മളെ നോക്കുന്നില്ല. അപ്പം നമ്മളൊരു ഇൻവേർഡ് ജേണി ഉണ്ടാകുന്ന ഒരു സെൽഫ് അപ്രൈസിൽ എപ്പോഴും നമ്മൾ ഉണ്ടാവണം. നമ്മൾ എന്താണ് നമ്മൾ അനാവശ്യമായിട്ട് നമുക്കൊരു തെറ്റ് പറ്റിയാലോ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മുടെ ഒരു തെറ്റുണ്ടെങ്കിലും നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അതിനെ അക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ എനിക്കിങ്ങനെ തെറ്റുപറ്റി അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും വിവേകത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ പഠിക്കണം. വികാരത്തിന് അടിമയായി നമ്മൾ പ്രവർത്തിക്കുന്നതോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അലകൾ അടിച്ച് അതിനൊരു എക്സാമ്പിൾ പറയുക. അലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കടലിൽ ഇറങ്ങി കുളിക്കാൻ ഒരു പരിശീലനം നേടേണ്ടതുണ്ട്. ആ പരിശീലനം നേടിയവന് കടലിലെ കുളി ഒരു രസമാണ്. അല്ലാത്തവനെ ആഞ്ഞടിക്കുന്ന അലകൾ വല്ലാതെ അലട്ടിക്കളയും. തട്ടി വീഴ്ത്തി ഉള്ളിലോട്ട് വലിച്ചു കൊണ്ടുപോയി മുക്കി കൊന്നും വരാം. ഉഗ്രൻ തിരകൾ വരുമ്പോൾ അവയ്ക്കിടയിൽ ഊളിയിട്ടും ചെറുതിരകളാണെങ്കിൽ അവയ്ക്ക് മീതെ പൊങ്ങിക്കിടന്നും ആപത്ത് കൂടാതെ കടലിൽ കുളിക്കാൻ വശമുള്ളവർക്ക് മാത്രമേ ആ കുളി ആനന്ദകരമാവൂ. തിരകൾ അടങ്ങട്ടെ എന്നിട്ട് കുളിക്കാമെന്നോ അല്ലെങ്കിൽ കടലിറങ്ങിയാൽ തിരകൾ തന്നെ ശല്യപ്പെടുത്തരുതെന്നോ ആശിക്കുന്നത് വിഡ്ഢിത്തമാണ്. കടലിലിറങ്ങി കുളിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു കായലിലോ കുളത്തിലിറങ്ങി കുളിക്കുന്ന പോലാന്ന് കടലിങ്ങനെ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു പരിശീലനം, കടലിൽ കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ തിരകളൊക്കെ ഒന്ന് അടങ്ങിയിട്ട് കുളിക്കാന്ന് വെച്ചാൽ നടക്കുമോ? അപ്പം ഇങ്ങനെ കുളിക്കുമ്പോൾ എന്നെ തിരകൾ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ ഒക്കുമോ? അതിൻ്റെ സ്വഭാവം അതാ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ അതിനെ പ്രാക്ടീസ് കൂടെ ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു മനുഷ്യ ജീവിതം ഇല്ല ഇവിടെ. ഇപ്പൊ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോണം. നമ്മളെല്ലാം പ്രാർത്ഥന ചെയ്ത അല്ലലില്ലാതെ അരുതാത്തത് സംഭവിക്കരുത്, ഇതാ പ്രാർത്ഥന. പക്ഷെ ജീവിതത്തിൽ അരുതുന്നതും അരുതാത്തതും എല്ലാം സംഭവിക്കും. അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെ നേരിടണം, അതിന് പരിശീലനം വേണം. അതാ കടലിലിറങ്ങി കുളിക്കുന്ന പോലെ ഇതെല്ലാം നമ്മളിങ്ങനെ മാറി നിന്നാൽ എങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അഭിമുഖീകരിക്കാതെ മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നാൽ അവസാനം നമ്മൾ പരാജിതനായി പോകും. ഈ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാൻ വെച്ചാൽ നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. അതാ നേട്ടം. നമ്മുടെ പണം കിട്ടുന്നതല്ല, എൻ്റെ സ്വസ്ഥതയാണ് എൻ്റെ വിജയം. നമുക്കിപ്പോൾ നമ്മുടെ സ്വസ്ഥതയില്ലാതെ ഒരു ദുരിത ജീവിതമായിരിക്കും നമുക്ക് നെറ്റ് റിസൾട്ട്. അപ്പം നമ്മുടെ മനോഭാവത്തിനെ എങ്ങനെ നിർത്തണമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. കുളിക്കുന്നവന്റെ സൗകര്യത്തിന് വേണ്ടി കടൽ അതിന്റെ സ്വഭാവം മാറ്റണമെന്ന് പറയുന്നത് വിവേകത്തിന്റെ ലക്ഷണമല്ലല്ലോ. മൂഢനായ മനുഷ്യന്റെ നില നോക്കുക. അല്ലലൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെയാണ് മനുഷ്യൻ കാക്ഷിക്കുന്നത്. ജീവിതമാകട്ടെ അല്ലൽ നിറഞ്ഞതാണ് താനും. ജീവിതക്കടലിൽ സുഖദുഃഖങ്ങളുടെയും ലാഭാലാഭങ്ങളുടെയും ജയാജയങ്ങളുടെയും രൂപത്തിൽ തിരകൾ നിരന്തരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ജീവിതം നിശ്ചലമായി പോകും. അത് മരണത്തിന് തുല്യമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാ ഈ തിരമാലകൾ പോലെ. ജയം വരും, പരാജയം വരും, ഇല്ലയോ, ലാഭം വരും, നഷ്ടം, ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളിതൊന്നും എല്ലാം എപ്പോഴും എനിക്ക് ലാഭം ഉണ്ടാവൂ, എനിക്ക് എപ്പോഴും സുഖം ഉണ്ടാവൂ, എനിക്ക് എപ്പോഴും വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതെല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കും. ഏത് സംഭവിച്ചാലും എൻ്റെ മനസ്സിൻ്റെ നില തെറ്റാതെ ഞാൻ നോക്കണം. അത് നമ്മൾ ഉള്ളിലോട്ട് നോക്കിയേ പറ്റൂ. നമ്മളിപ്പം ഉള്ളിലോട്ട് നോക്കാൻ പരിശീലിക്കുന്നില്ല. നമ്മളിങ്ങനെ വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ വെളിയിലോട്ട് മാത്രം, അതാ വ്യാവഹാരികതയിൽ മാത്രം. എൻ്റെ ഒരു ആത്മീയമായിട്ട് എനിക്കൊരു ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ മനസ്സാണ്. നമ്മളിപ്പോൾ എന്തോ പറയുന്നേ, എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം എൻ്റെ സാഹചര്യമാണ്, മറ്റവരാണ്, എല്ലാം വെളിയിലാണ്. നമ്മളിപ്പോൾ കാരണങ്ങൾ കണ്ടെത്തുന്നതെല്ലാം വെളിയില്ല.
ഇതെല്ലാം 100% വെളിയിലല്ല കാരണങ്ങൾ. ഈ നമ്മുടെ എല്ലാ അനുഭവത്തിൻ്റെയും കാരണങ്ങൾ വിജയമായാലും പരാജയമായാലും സുഖമായാലും ദുഃഖമായാലും ലാഭമായാലും നഷ്ടമായാലും എല്ലാം എൻ്റെ മനസ്സിൻ്റെയാണ്. നമ്മളത് നമ്മൾ മറ്റൊരു കുറേ പേര് നല്ലവരെന്ന് പറയുന്നു, കുറേ പേര് മോശമെന്ന് പറയും. ഈ ലോകമെല്ലാം മോശം. ഇതിന് എന്നിലുള്ള ക്വാളിറ്റിയാണ് ഞാൻ വെളിയിൽ ആരോപിക്കുന്നത്. ഓരോരുത്തരെ ഞാൻ മുദ്ര കുത്തു വന്ന ഇവർ നല്ലവരാണ്, അവർ ചീത്തവരാണ്. ഈ നല്ലതും ചീത്തയും എന്നിലുണ്ട്. എന്നിലുള്ളതിനെ ഞാൻ വെളിയിൽ കാണുക. അപ്പം നമ്മൾ ഇതിനെല്ലാം ഉള്ളിൽ കാണാൻ ശ്രമിക്കണം. ഈ കാണുന്ന ഇതിൻ്റെ എല്ലാം പ്രശ്നക്കാരൻ ഞാൻ തന്നെയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പം നമുക്കൊന്നും ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മൾ തന്നെ വരുത്തി വെച്ച പ്രശ്നങ്ങളെ നമ്മളിങ്ങനെ മറ്റുള്ളവരിൽ ആരോപിച്ച് നമ്മളിങ്ങനെ അതെൻ്റെ വിധിയാ, അല്ലെങ്കിൽ ഒന്നി വിധിയെ പഴിചാരും, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിചാരും, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇപ്പം ഈ സാഹചര്യത്തിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അപ്പം ഇത് ഒന്നീ നമ്മൾ വിധിയെ പഴിച്ചാരും, അല്ലെങ്കിൽ സാഹചര്യത്തിനെ പഴിയാരും, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം. നമ്മൾ സേഫ് സോണിലാണ് എപ്പോഴും. ഇത് നമ്മളെ അനലൈസ് ചെയ്യാൻ, നമ്മുടെ പ്രശ്നം തീരണമെന്നുണ്ടെങ്കിലോ നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തണം. സെൽഫ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്തുവാ? എൻ്റെ മനോഭാവത്തിനെ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്കെന്ത് സംഭവിക്കുന്നു നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. മറ്റുള്ളവരെന്തോ ചിന്തിക്കുന്നു നമ്മളെക്കുറിച്ച്, മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കണം. ഇപ്പം നമ്മളങ്ങനെയല്ല, മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഇതാണ് എൻ്റെ പ്രശ്നം. മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും, ഞാൻ എന്നെക്കുറിച്ച് ആദ്യം എന്നെക്കുറിച്ചുള്ള ധാരണ എനിക്കുണ്ടാവണം. പിന്നല്ലയോ മറ്റുള്ളവർ ധരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നേ. എനിക്കൊരു ധാരണയില്ല ഞാൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്. എനിക്ക് അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ജീവിതം ദുരിതത്തിലൂടെ നീങ്ങത്തേ ഉള്ളൂ. അലകടൽ പോലെ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെങ്കിൽ, അതങ്ങനെ ആവാതെ വയ്യ എങ്കിൽ, ജീവിതക്കടലിലിറങ്ങിയ നാം ഇതിലെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ആപത്ത് കൂടാതെ ജീവിക്കാൻ പഠിക്കുകയാണല്ലോ വേണ്ടത്. വെല്ലുവിളിയിൽ കടിമപ്പെട്ടു പോകുന്നവൻ അലകളിൽ കുടുങ്ങിയ പൊങ്ങുതടി പോലെ ജലവിധാനത്തിനനുസരിച്ച് പൊങ്ങിയും താണും വിഷമിച്ചുകൊണ്ടിരിക്കും. ദീപസ്തംഭത്തെ നോക്കുക. അടിത്തട്ടിൽ ഉറപ്പിച്ച അസ്ഥിവാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ സ്തംഭത്തിൽ ആഞ്ഞടിക്കുന്ന അലകൾ സ്വയം തകരുകയല്ലാതെ അതിനെ അല്പം പോലും ചലിപ്പിക്കാൻ സമർത്ഥങ്ങളാവുന്നില്ല. അർജുന, നീ ഒരു പൊങ്ങുതടിയ പോലെ ആവരുത്, ദീപസ്തംഭത്തെ പോലെ ആവണം. കർമ്മനിരതമായ സാധാരണക്കാർക്ക് സംഭവിക്കുന്ന മനഃശാഞ്ചല്യം നിന്നെ ബാധിക്കാതിരിക്കട്ടെ. അതാ, സാധാരണക്കാർക്ക് സംഭവിക്കുന്ന മനഃശാഞ്ചല്യം നിന്നെ ബാധിക്കാതിരിക്കട്ടെ. എന്ത് സംഭവിച്ചാലും സമനില തെറ്റാതെ. സമനില അത് വളരെ ഇമ്പോർട്ടൻ്റാ. ബാലൻസിങ്, മൈൻഡിനെ ബാലൻസ് ചെയ്യുക, നമ്മുടെ എമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക, മാനേജ് ചെയ്യാൻ പഠിക്കുക. സമനില തെറ്റാതെ ജീവിത ആയോധനത്തിലേക്ക് ഏർപ്പെടുക. മഹത് കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം മനുഷ്യർക്ക് കിട്ടുന്നത് മനസ്സിന് സാമ്യാവസ്ഥ കൈവരുമ്പോഴാണ്. എളിയ കർമ്മത്തെ പോലും അതിമഹത്താക്കാൻ അതിന് കഴിയും. നമുക്ക് വലിയ വലിയ കർമ്മങ്ങൾ ചെയ്ത് നമ്മളൊക്കെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് നല്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഏത് കാര്യവും നല്ലതുപോലെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ഡിസ്റ്റർബ്ഡ് മൈൻഡോടുകൂടി ഏത് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും നമ്മളെ ഒബ്സർവ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബൻസിൽ ഇരിക്കുവാണെങ്കിൽ ഒരു കർമ്മവും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല, അത് പരാജയപ്പെടത്തേ ഉള്ളൂ. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു സപ്രഷൻ അല്ല ഈ കാമിങ് എന്ന് പറയുന്നത്. കാം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വികാരങ്ങൾ മാനേജ് ചെയ്യപ്പെടും. ഞാൻ എന്നെയും ഒബ്സർവ് ചെയ്യാത്തടത്തോളം കാലം വികാരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ദുഃഖമാണെങ്കിൽ ദുഃഖം കൂടും, കോപമാണെങ്കിൽ കോപം കൂടും. ഏതാണെങ്കിലും അതിൻ്റെ ഒരു വികാര തള്ളിച്ച വരും. ഈ വികാര തള്ളിച്ച ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യണം. എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം. ഓരോ കർമ്മം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സെങ്ങനെയാണ്, അത് ടർബുലൻ്റ് ആണെങ്കിൽ, അത് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമുക്ക് ഒരു കർമ്മവും ശരിയായി വരത്തില്ല, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവേഷനിൽ കൂടാണ് നമുക്കിത് നേടാൻ പറ്റുന്നത്. ഈ സമനില കരിയോഗി ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുന്നില്ലെങ്കിലോ ആ വികാരത്തിൻ്റെ ഇഷ്ടത്തിന് നീങ്ങും. ആരും ഇല്ല കൺട്രോൾ ചെയ്യാൻ. ആര് കൺട്രോൾ ചെയ്യും? ഞാൻ തന്നെ കണ്ടെന്ന് വെച്ചാൽ എന്നിൽ 2 മൈൻഡുണ്ട്. ഒരു വികാര മനസ്സുകൊണ്ട് ഒരു വിവേക മനസ്സുകൊണ്ട്. എനിക്ക് 2 മനസ്സുണ്ട്. നമ്മളെല്ലാം വരിക്കും നമുക്ക് ഒരു മനസ്സാന്നാ. നമുക്കൊരു മനസാക്ഷിയില്ലേ? അതാണ് ഒരു മനസ്സ്, അതാണ് വിവേക മനസ്സ്.
നമ്മൾ രാത്രി ഉറങ്ങും, നമ്മളെല്ലാവരും പറയുമല്ലോ, മനസാക്ഷി പറയും, മനസാക്ഷിക്ക് നിരക്കുന്നതേ ചെയ്യാവൂ. എന്തുവാ ഈ മനസാക്ഷി എന്ന് പറഞ്ഞത്? വിവേകമാണ്. ഒരു വിവേക മനസ്സാണത്. നമ്മളിൽ എല്ലാവരും ഉണ്ടത്, എല്ലാവർക്കും ഉണ്ടത്. ഈ മനുഷ്യനായിട്ട് ജീവിച്ചവർക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മൾ വികാര തളിച്ചേലിരിക്കുമ്പോൾ പലതും ചെയ്ത് കൂട്ടിയിട്ട് വികാരങ്ങളെല്ലാം അടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്തതിനെ ഓർക്കുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ഇതൊക്കെ നമുക്ക് വേറൊരു മനസ്സിൽ കൂടെ വേറൊരു മനസ്സെന്നോട് പറയുന്നു. ആ സമയത്ത് ആ മനസ്സ് പറഞ്ഞില്ല. ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് മറ്റേ ഈ വിവേക മനസ്സ് എനിക്ക് അപ്പോൾ വരാഞ്ഞത്? ഞാൻ വികാര മനസ്സിന്റെ തള്ളിച്ചേലിരിക്കുക. അപ്പൊ എനിക്കത് കിട്ടത്തില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. എൻ്റെ മനസ്സ് എങ്ങനെയാണ്? അപ്പൊ എനിക്ക് ഈ വികാരങ്ങളെ ഞാൻ എൻ്റെ മനസ്സിനെ ഒബ്സർവ് ചെയ്യാത്തടത്തോളം കാലം വികാരങ്ങൾ അതിൻ്റെ പാട്ടിന് പൊയ്ക്കോ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കർമ്മങ്ങൾ ചെയ്തു കൂട്ടും. അപ്പോൾ എനിക്ക് ദുരിതങ്ങളായിരിക്കും ഒന്നിനു പുറകെ ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. ആ അനുഭവിക്കുന്നതിന് ഇന്നലെ ചെയ്ത കർമ്മം ഇന്ന് ഞാൻ അനുഭവിക്കുമ്പോഴേ എങ്ങനെ അനുഭവിക്കണം, അത് എൻ്റെ ഫ്രീഡമാ. എനിക്ക് എങ്ങനെ വെച്ചാൽ എനിക്ക് ഇങ്ങനെയും ചെയ്യാം, എനിക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ എൻ്റെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. നേരത്തെ ചെയ്ത കർമ്മഫലത്തിന്റെ എനിക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർമ്മഫലത്തിൽ നിന്നാണ് ഈ ആഗ്രഹങ്ങൾ വരുന്നത്, അനുഭവങ്ങളും വരുന്നത്. അപ്പൊ ഏത് അനുഭവത്തിനെ ആയാലും എങ്ങനെ എനിക്ക് ചെയ്യണം, എങ്ങനെ ഞാൻ അനുഭവിക്കണം എന്നുള്ളത് എൻ്റെ ഫ്രീഡമാ. അവിടെ നമ്മൾ ഇതിനെയൊക്കെ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ വിധിയെ പഴിചാരുകയും വെളിയിലുള്ളതിൻ്റെ സാഹചര്യത്തിനെയും ആൾക്കാരിലും പഴിചാരി ഞാൻ എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പിസം കൊണ്ട് നമ്മൾ ഒന്നും നേടത്തില്ല. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുമോ? നമ്മളെപ്പോഴും ജസ്റ്റിഫൈ ചെയ്യുക. നമ്മുടെ തെറ്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ മനസാക്ഷിക്ക് അറിയാം. നമ്മളിങ്ങനെ വെളിയിലേക്ക് അക്സെപ്റ്റ് ചെയ്തില്ല, പക്ഷെ മനസാക്ഷി പറയുമോ കാണിച്ച തെറ്റായിപ്പോയി. പക്ഷെ സമ്മതിക്കാൻ പറ്റുമോ? ഈഗോ സമ്മതിക്കത്തില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഈ പ്രോസസ്സാണ് ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ മനസ്സിലാക്കി കർമ്മത്തിനെ ഉപയോഗിച്ചാൽ അത് കർമ്മയോഗം. എന്നുവെച്ചാൽ എന്തുവാ? ഞാൻ ഈ ഈശ്വരന്റെ പ്രസൻസിലാണ്, ഈ ഈശ്വര ബോധത്തിലാണ്, ഈശ്വര ചൈതന്യത്തിലാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ മിടുക്കിലല്ല. ഏത് അനുഭവങ്ങളെയും ഏത് ആഗ്രഹങ്ങളെയും ഞാനെന്ന ഭാവത്തിൽ ചെയ്യാതിരിക്കുക. അപ്പം ഞാനാണ് ഈ എല്ലാത്തിനും പ്രശ്നക്കാരൻ. ഞാനെന്ന ഭാവം, ഈഗോ, അതാണ് എൻ്റെ പ്രശ്നത്തിന് കാരണം. അതിനെ നമ്മൾ മാനേജ് ചെയ്യാം. എൻ്റെ ഈഗോയെ ഞാൻ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. നമ്മളെല്ലാത്തിനെയും നമ്മൾ വിവേകത്തിൽ ഒന്നിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകത്തില്ല. എല്ലാത്തിനെയും ഫേസ് ചെയ്യും. ഇപ്പം നമ്മളെങ്ങനെയാ നമുക്ക് വന്നു ചേരുന്ന കർത്തവ്യത്തിൽ നമുക്ക് ഒരു ഫ്രീഡവും ഇല്ല. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കുള്ള ഇന്നതൊക്കെ വന്നു ചേരണം, എനിക്ക് ഇന്നതേ വന്നു ചേരാവൂ, ഇന്നത് വന്നു ചേരുന്നത് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുക. പക്ഷേ വരുന്നത് എങ്ങനെയാ? അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടും ഒരു ഡയറക്ഷനിൽ. റിയാലിറ്റി എങ്ങനെയാ? റിയാലിറ്റി വേറെ ഡയറക്ഷനിലാണ് വരുന്നേ. അപ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. നമുക്ക് സങ്കല്പിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷേ ആ റിയാലിറ്റി വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവണം. അത് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി ചിന്തിച്ചു തുടങ്ങുമ്പോഴേ ഇതിനൊക്കെ ഒക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഐഡിയലിസം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാക്ടീസ്, പരിശീലനം വേണം. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ തന്നെ ഞാൻ ഓരോന്നും എന്നെ ഒബ്സർവ് ചെയ്യുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമുക്കൊന്ന് വലിയ വലിയ മഹാകാര്യങ്ങളിൽ കൂടെയാണ്. നമുക്കറിയാമല്ലോ, ഏത് കാര്യങ്ങളും ഒരു ബിസിനസ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാട്ടെ, ചെറുതിൽ നിന്നാണ് വലുതിലോട്ട് വരാൻ പറ്റുന്നത്. പെട്ടെന്ന് വലുതിലോട്ട് വരാൻ പറ്റത്തില്ല. ഒരു ബിസിനസ് തന്നെ ആയാലും ആദ്യം ചെറുതായിട്ട് ആരംഭിക്കും, അത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ആയിട്ടാണ് ഒരു വലിയ ബിസിനസ് ആവുന്നത് എന്ന് പറയുന്ന പോലെ ഏത് കാര്യങ്ങളും ഞാനിപ്പം നമ്മളിപ്പോൾ ധർമ്മത്തിൽ കർമ്മം ചെയ്യണമെന്ന് പറയുന്നു. ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ചില പ്രത്യേക കർമ്മങ്ങളാണ്. അതൊക്കെ ഞാൻ നോക്കാം. ഇപ്പം ജീവിച്ചു പോട്ടെ പതുക്കെ. എൻ്റെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ ധർമ്മത്തിലും അധർമ്മത്തിലും ചെയ്യാം. എന്താണ് ധർമ്മം അധർമ്മം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തൊക്കെ എന്തുവാ ധർമ്മം കാണാനാ? ഞാൻ അന്ന് പറഞ്ഞല്ലോ, നമുക്ക് രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കണം. അത് ഇതിനകത്ത് എങ്ങനെയാ ദോശ ധർമ്മത്തിൽ ചുടുന്നത്? നമുക്ക് തന്നെ ഒരു തമാശ തോന്നും. പക്ഷെ ഏതിൻ്റെയും പുറയിലൊരു ഞാനെന്ന ഭാവമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനെന്നുള്ള ഭാവത്തിലാണ് ഏത് കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനൊരു ഈശ്വരൻ്റെ അംശമാണെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടോ? നമ്മൾ കർമ്മം ചെയ്യുമ്പോഴേ നമുക്കൊരു ചിന്തയില്ല. പക്ഷെ ഇനി തൊട്ട് ചിന്തിക്കാൻ ആരംഭിക്കണം. ഞാൻ ഈ ഈശ്വരന്റെ അംശമാണ്. ഞാൻ ഈ കാണുന്ന എൻ്റെ മിടുക്കും എൻ്റെ ശക്തിയും എൻ്റെ ശരീരത്തിന്റെ ശക്തിയും എൻ്റെ പണത്തിന്റെ ബലവും എൻ്റെ ആൾബലവും അല്ല എൻ്റെ ശക്തി. എന്നിലിരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ഇപ്പം നമ്മൾ ഈ ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് നമുക്കിപ്പോൾ ബോധമുണ്ടോ? ഈശ്വരൻ വേറെ എവിടെയോ ഇരിക്കുന്നു. ആ ഈശ്വരനെ എന്നെ പരീക്ഷിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ന്യായങ്ങൾ പറഞ്ഞ്
ഈ സത്യത്തിനെ ഉൾക്കൊള്ളാതെ നമ്മൾ അജ്ഞാനത്തിലായിരുന്നു. ഇപ്പൊ ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കാൻ പഠിക്കുന്നത്. അതുവരെ നമ്മൾ പെരിഫറലായിട്ട് നമ്മൾ ഇതൊന്നും അറിയാതെ വ്യാവഹാരിക ലോകത്തിൽ മാത്രം നമുക്ക് ആത്മീയത എന്താണെന്ന് അറിയത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ഏതോ സന്യാസിമാർക്കൊക്കെ ഉള്ളതാണ് ആത്മീയത എന്നാണ് വിചാരിക്കുന്നത്. ഒരു മനുഷ്യനായിട്ട് ജനിച്ച് ഓരോരുത്തർക്കും ഭൗതികതയും ആത്മീയതയും ഉണ്ട്. നമ്മൾ ആത്മീയത അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ദുരിതത്തില്ല. അപ്പൊ ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? സന്യാസിമാരുടെ ഒരു സബ്ജക്റ്റ് അല്ലത്. നമ്മൾക്ക് ഓരോരുത്തരും അറിയേണ്ട അതിനാണ് ഗീത. ഇതൊക്കെ ശാസ്ത്രങ്ങളാ, ജീവിത ശാസ്ത്രമാണ് ഇത്. അല്ലാതെ ഈശ്വരനെ കുറിച്ച് എഴുതി വെച്ചേക്കുമല്ല ഗീതയിൽ. ജീവിതത്തിന്റെ ശാസ്ത്രമാണ്. എങ്ങനെ ജീവിച്ചാൽ എനിക്ക് സ്വസ്ഥതയിലോട്ട് നീങ്ങാം, മോക്ഷത്തിലോട്ട്. പരമമായ ശാന്തിയാണ് മോക്ഷം. ഇപ്പൊ നമ്മൾ ശാന്തിയിലോട്ടാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ വികാരങ്ങളിൽ ചെയ്ത് ഓരോന്ന് ഇഷ്ടത്തിലും എൻ്റെ ഇഷ്ടങ്ങളിലാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടത്തിലും അനിഷ്ടത്തിലും ചെയ്യുന്നതാണ് അധർമ്മം. വിവേകത്തിൽ ചെയ്യാൻ പഠിക്കണം. വിവേകം എങ്ങനെ കിട്ടും? നമ്മൾ എല്ലാവരിലും ഉണ്ട്. ഈശ്വര ചൈതന്യം ഇല്ലാത്ത ഒരു ജീവി ഉണ്ടോ? ജീവജാലം ഇവിടെ ഇല്ല. ഏത് മനുഷ്യനല്ല, ഏത് ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട്. പക്ഷേ ഈ വിവേകം എന്ന തിരിച്ചറിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ മനുഷ്യൻ എത്രയോ ജന്മങ്ങളിൽ കൂടെ, നമ്മൾ പല പല ജന്മങ്ങളിൽ കൂടെ കടന്നു വന്നിരിക്കുന്നു, നമുക്കറിയത്തില്ല. ഇപ്പം മനുഷ്യന്മം കിട്ടിയിരിക്കുന്നതിന് ഇപ്പം എനിക്ക് മാറി ചെയ്യാൻ പറ്റും. ഇന്നലത്തെ കർമ്മഫലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് ഇന്ന് നിശ്ചയിക്കാം. ഇന്ന് എൻ്റെ കർമ്മത്തിൽ ഇന്ന് തൊട്ട് ഞാൻ ഈ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. നമ്മൾ അതിനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലോ എന്താണ് ഇതെന്നുള്ളതെല്ലാം ക്ലാരിറ്റി ഉണ്ടാവണം നമുക്ക്. അല്ലാത്തടത്തോളം കാലം നമുക്കിത് ഇങ്ങനെ ഈ വിവേകത്തോട്ട് വരാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ അജ്ഞാനത്തിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. എല്ലാവരും കർമ്മം ചെയ്യുന്നു. മിക്കവർക്കും അത് അധ്വാനമുള്ള ഒരു ജോലിയായി ഭാരമായി തോന്നും. ആന്തര പ്രചോദനത്തോടെ പ്രവർത്തിക്കുന്നവന് കർമ്മം ആത്മനിർവൃതിയുടെ ഉറവിടമാണ്. കർമ്മത്തെ മികവുറ്റതാക്കി തീർക്കുന്നത് ആ പ്രചോദനം അത്രയും. ആത്മനിർവൃതിയുടെ അനർഘ നിമിഷങ്ങളിലാണ് കവിയുടെയോ കലാകാരന്റെയോ ഏറ്റവും മികച്ച സൃഷ്ടി രൂപം കൊള്ളുന്നത്. അത് മറ്റൊരാൾക്ക് അനുകരിക്കുകയോ അവർക്ക് തന്നെ മറ്റൊരിക്കലും ആവർത്തിക്കാനോ ആവില്ല. വിരുദ്ധ ചിന്തകളാൽ ആകുലമാകാതെ ഉള്ളം തെളിഞ്ഞ് പ്രശാന്തമാവുമ്പോൾ ഉളവാകുന്ന ആത്മവിസ്മൃതിക്കൊത്ത ആനന്ദ നിർവൃതിയിൽ ആറാടിക്കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അതിന് അത്യന്തം ഉത്കൃഷ്ടമായി തീരുന്നു. അത് യാന്ത്രികമായി ആവർത്തിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഇപ്പൊ സമയമില്ല, ഇത് തീർക്കാൻ ഇന്ന് പറ്റത്തില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ആരാണ് ഈ പോക്കോ എന്ന്, ഈ POCO പോക്കോ ഫോൺ എന്ന് എഴുതിയേക്കുന്നത്? ആരാ അത്? ലഘുച്ചമയാണോ? ലഘുച്ചമാണോ? ആയിരിക്കും, മ്യൂട്ടിലായിരിക്കുന്നത് ഇപ്പം. സാർ, നാളെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇനി ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ലേച്ചിച്ചയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും ശരി ശരി, നമുക്ക് നമുക്ക് നാളെ കാണാം. ഇനി ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ അത് കട്ടായി പോകും.